പുഷ്പ 2വിന്റെ പ്രീമിയർ ഷോയ്ക്കിടെ ഉന്തിലും തള്ളിലും പെട്ടാണ് രേവതി മരിച്ചത്. മരിച്ച രേവതിക്ക് നീതി ആവശ്യപ്പെട്ടെത്തിയ സംഘമാണ് അല്ലു അർജുന്റെ വീട് ആക്രമിച്ചത്. ഗേറ്റ് ചാടിക്കടന്നെത്തിയ സംഘം വീടിന് നേരെ കല്ലും തക്കാളികളും എറിഞ്ഞു. ചെടിച്ചട്ടികൾ തല്ലിപ്പൊളിച്ചു. സുരക്ഷാ ജീവനക്കാരെയും കയ്യേറ്റം ചെയ്തു. 10ഓളം പേരാണ് വീട് അതിക്രമിച്ചു കയറിയത്. പിന്നീട് പോലീസ് സംഘം സ്ഥലത്തെത്തി അക്രമികളെ കീഴടക്കി. പുഷ്പ 2 റിലീസിംഗ് ദിനത്തിലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച രേവതിക്ക് നീതി ഉറപ്പാക്കണമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് സംഘം പ്രതിഷേധിച്ചത്. അതേസമയം അല്ലു അർജുനു നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. സംഭവത്തിൽ അടിയന്തരമായി ഇടപെടാൻ സംസ്ഥാന പോലീസ് ഡയറക്ടർ ജനറലിനും സിറ്റി പോലീസ് കമ്മീഷണർക്കും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ക്രമസമാധാനത്തിന്റെ ഒരു വീഴ്ചയും വരാൻ അനുവദിക്കില്ലെന്ന് എക്സിൽ പങ്കിട്ട പോസ്റ്റിൽ രേവന്ത് റെഡ്ഡി വ്യക്തമാക്കി. രേവതി മരിച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അല്ലു അർജുനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. നരഹത്യ കേസിലെ നടപടിയിൽ മണിക്കൂറുകൾക്കകം ജാമ്യം കിട്ടിയിട്ടും ഒരു രാത്രി അല്ലു അർജുൻ ജയിലിൽ കിടക്കേണ്ടി വന്നു. തിക്കിലും തിരക്കിലും പെട്ട് ഗുരുതരമായി പരിക്കേറ്റ രേവതിയുടെ മകൻ തേജ് ഇപ്പോഴും ഹൈദരാബാദ് കിംസ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.